ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതും പിന്നെ അതുപോലെ സ്ട്രോബെറി ഷേക്കും ഞാനിവിടെ റെഡിയാക്കുന്നുണ്ട്. അതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക, ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ബൗളിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബൗൾ പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ സ്ക്വയറായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, പിന്നെ ചെറിയ പഴം, പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത സ്ട്രോബെറി തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഗ്രീൻ ആപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ റെഡ് ആപ്പിളും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കസ്കസ് ആണ്. അപ്പോൾ ഇവിടെ ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, കാരണം ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മളെ ഒരു സാലഡിന് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബൗൾ വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് സാലഡായിട്ടും കഴിക്കാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഐസ്ക്രീം ചേർക്കാണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതാ കുറച്ച് ടൈം വെച്ചപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഐസ്ക്രീമും അതുപോലെ കുറച്ച് നട്ട്സും സ്ട്രോബെറീൻ്റെ പീസെല്ലാം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സും സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് സ്ട്രോബെറി ഷേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാല് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 10 സ്ട്രോബെറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത സ്ട്രോബെറി തന്നെ എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ഒന്നുമല്ല, ഇത് കട്ട് ചെയ്തെടുത്ത സ്ട്രോബെറിയോ അതുപോലെ ഐസ്ക്രീമോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം സെർവ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജാറിൽ ഇട്ടിട്ട് തന്നെ എല്ലാം മിക്സ് ചെയ്തിട്ടു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ജ്യൂസ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുകളിൽ കുറച്ച് സ്ട്രോബെറി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രൂട്ട് സാലഡും അതുപോലെ ഈ ഒരു ഡ്രിങ്കും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്